ഇത് സാറ്റർഡേ മോർണിംഗ് ആണ് കേട്ടോ. ഇന്നാണ് നന്ദു നവമി മലയ്ക്ക് മാലയിടുന്ന ദിവസം. ഞങ്ങളെല്ലാവരും നേരത്തെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഈ ദിവസങ്ങളിലൊക്കെ ഒരു പ്രത്യേക എനർജിയാണല്ലേ, എഴുന്നേക്കാനും കുളിക്കാനും ഒക്കെ. അപ്പം അതുപോലത്തെ ഭഗവാന്റെ അടുത്തുനിന്ന് എൻ്റെ ദിവസം തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നേരത്തെ എഴുന്നേറ്റുകൊണ്ടേ അച്ഛനാണ് കേട്ടോ ഇന്ന് വിളക്കൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നത്. മലയ്ക്ക് മാലയിടാനുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യാനായിട്ട് അച്ഛൻ നോക്കി. നമ്മുടെ പണ്ടത്തെ അയ്യപ്പൻ സോങ്സും ഈ പുലർച്ചെ നേരെ ഒരു പ്രത്യേക ഫീലിംഗ് ആണല്ലേ. നമ്മുടെ പ്രകൃതി തന്നെ പതുക്കെ ഉണർന്നുകൊണ്ടിരിക്കണല്ലോ കേട്ടോ. കേട്ടില്ലേ പക്ഷികളുടെ ശബ്ദങ്ങളൊക്കെ. അപ്പോഴേക്കും എന്തേ നന്ദു നവമിയും കുളിച്ച് വന്നിട്ടുണ്ട്. അച്ഛൻ്റെ ഒരു ഭസ്മമൊക്കെ ചാലിച്ച് തൊടിയിക്കുന്നുണ്ട് കേട്ടോ. രണ്ടുപേരും നല്ല എക്സൈറ്റ്മെൻറ്റിലാണ് കേട്ടോ. ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഇഡലി സാമ്പാറാണ് കേട്ടോ. ഇഡലി മാവിൽ കുറച്ച് വെള്ളം കൂടി. എനിക്ക് തോന്നിയത് ശരിയാവില്ല എന്ന് കേട്ടോ. പക്ഷേ ഇഡലി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു തട്ട് ഇഡലി നമ്മൾ വെച്ചിട്ടുള്ളൂ കേട്ടോ. കാരണം അമ്പലത്തിൽ നിന്ന് വരുന്ന സമയത്ത് പെട്ടെന്ന് കുട്ടികൾക്ക് വിശന്ന് കഴിഞ്ഞാൽ കൊടുക്കാനായിട്ട് വെച്ചതാണ് കേട്ടോ. ഒരു തട്ട് ഇഡലി വേഗം. then നമ്മൾ സാമ്പാർ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. സാമ്പാർ ഞാൻ എല്ലാ ദിവസവും വേറെ വേറെ രീതിയിലാണ് ഉണ്ടാക്കാറ്. ഒരു വിഭവം തന്നെ പലരും പല രീതിയിൽ ഉണ്ടാക്കില്ല. എനിക്ക് അങ്ങനെ റെസിപ്പീസൊക്കെ പരീക്ഷിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഇന്നത്തെ തക്കാളിയൊക്കെ വഴറ്റിയിട്ട് വേറൊരു രീതിയിലാണ് കേട്ടോ നമ്മൾ സാമ്പാർ വെച്ചിരിക്കുന്നത്. ഈ മല്ലിയിലൊന്നും ഞങ്ങൾ സാമ്പാറിൽ ഇടാറില്ല. പക്ഷേ ഇപ്പോൾ എനിക്ക് മല്ലിയില ഇല്ലാണ്ട് സാമ്പാർ ഉണ്ടാക്കാൻ പറ്റാത്ത അവസ്ഥയായിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ആ പണികളൊക്കെ കഴിഞ്ഞു. അവരുടെ മാല ഇടാനായിട്ട് അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. നടന്നാണ് പോകുന്നത്. നമ്മുടെ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ ശാസ്താവിൻ്റെ അമ്പലമുള്ളത്. അപ്പോൾ അവിടെ പോയിട്ടാണ് നമ്മൾ മാല ഇടുന്നത് കേട്ടോ. മാലയിട്ട് കണ്ടപ്പോഴേ പെട്ടെന്നൊരു സങ്കടം വന്നു കേട്ടോ. ചിലപ്പോൾ അവർ ആദ്യമായിട്ട് പോണത് കൊണ്ടായിരിക്കാം. അവർ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അവർ വീട്ടിലേക്ക് കയറി അയ്യപ്പൻ്റെ മുന്നിൽ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.